നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കടൽ ഇളകി മറിയും പോലെ പ്രക്ഷുബ്ധമാണ് തീരത്തെ ജനതയും. മുതലപ്പൊഴിയിലും വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 11 ദിവസമായി. തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഒരു ഫലവുമില്ല. എന്നാൽ ഇവിടങ്ങളിൽ കൃത്യമായി തെരച്ചിൽ നടത്തുന്നില്ല എന്നാണ് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വലിയ രോഷം അണപൊട്ടിക്കൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അപകടം നടന്ന് 11ാം നാളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുതലപ്പൊഴിയിലും വിഴിഞ്ഞത്തും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എത്തിയിരുന്നു. മുതലപ്പൊഴിയിലും വിഴിഞ്ഞത്തും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രതിഷേധം അണപൊട്ടിയതോടെ രമേശ് ചെന്നിത്തല അവിടെ എത്തി കാര്യങ്ങൾ കേട്ടറിയുകയും വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ വീട്ടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറും എത്തിയത്. പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നും തെരച്ചിൽ തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കടലിൽ കാണാതായാൽ തിരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി പറഞ്ഞു. നാവികസേനയുടെ INS കൽപ്പേനി വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. നീണ്ടകരയിൽ കാണാതായ ഗൗതമിനു വേണ്ടി കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ തുടരുകയാണ്. ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുമെന്ന് ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൗതം കൃഷ്ണയുടെ കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകുന്ന കാര്യം വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിന് ഉറപ്പാക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരച്ചിലിന്റെ ആദ്യ ഘട്ടങ്ങളിൽ കോസ്റ്റ് ഗാർഡിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഗൗരവമായി അന്വേഷിക്കും. കോസ്റ്റൽ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടിയെടുക്കും. പലപ്പോഴും അവർക്ക് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ലഭിക്കാറുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കോസ്റ്റ് ഗാർഡ് IG-യുമായി നേരിട്ട് സംസാരിച്ചുവെന്നും കോസ്റ്റ് ഗാർഡും നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘവും തെരച്ചിലിനായി സജീവമായി രംഗത്തുണ്ടെന്നും ചെന്നിത്തല അറിയിച്ചു. സംഭവം വളരെ വേദനാജനകമാണെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. തീരത്തെ ജനത ഇപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അതായത് അവർ ചോദിക്കുന്നത് ഞങ്ങളെ ഇങ്ങനെ ചത്തൊടുങ്ങേണ്ടവരാണോ എന്നാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കാണാതാകുമ്പോൾ ആവലാതിയും വേവലാതിയും പറഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ പെരുമാറുന്നത് എന്നുള്ള വലിയ പരാതി അവർ പറയുന്നുണ്ട്. അതായത് ബന്ധപ്പെട്ട അധികൃതരെ കാര്യങ്ങൾ അറിയിക്കുമ്പോഴും അവരത് ഗൗരവത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വിഷമം കൂടി ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമയോടെ ഒന്ന് കേൾക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. കാരണം കടലിൽ പോയി കാണാതായവർ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ കാത്തിരിപ്പ് വേണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് അവരെ അവസാനമായി ഒന്ന് കാണാൻ കഴിയണം. അവരുടെ മൃതദേഹമെങ്കിലും ഞങ്ങൾക്ക് തിരികെ കൊണ്ട് തരൂ എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി തെരച്ചിൽ ശക്തമാക്കണമെന്ന് മുതലപ്പൊഴിയിലും വിഴിഞ്ഞത്തുമുള്ളവർ ആവശ്യപ്പെടുകയാണ്. കാരണം ആ കടലിനെ കുറിച്ച് തങ്ങൾക്കാണ് കൃത്യമായി അറിയാവുന്നതെന്നും ജനം പ്രതികരിക്കുന്നു. കാണാതായ മത്സ്യത്തൊഴിലാളികൾ ജീവനോടെ ഉണ്ടാകില്ല എന്ന് തീരത്തുള്ളവർക്കും ഏകദേശം ഇപ്പോൾ അറിയാം. അല്പമെങ്കിലും ജീവൻ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ എങ്ങനെയെങ്കിലും തിരിച്ചെത്തുമായിരുന്നു എന്ന് അവർ പറയുന്നു. അവസാനമായി ആ മൃതദേഹങ്ങളെങ്കിലും കാണണം. അതാണ് ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. കാറ്റ് വീശുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. അവിടെ തെരച്ചിൽ ശക്തമാക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സ്കൂബ ഡൈവേഴ്സിനും തെരച്ചിൽ സംഘത്തിനും ഈ ഭാഗങ്ങളിലേക്ക് അടുക്കാനേ കഴിയാത്ത അവസ്ഥയാണ്. കാരണം കാലാവസ്ഥ പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്. നമ്മൾ ഈ തെരച്ചിലിന് പോയിരിക്കുന്നവരും മനുഷ്യരാണല്ലോ. അവരും ജീവൻ പണയം വെച്ചാണ് ഈ ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികളെ കാണാതായതോടുകൂടി വലിയ അലമുറയാണ് വിഴിഞ്ഞത്ത് നിന്നും മുതലപ്പൊഴിയിൽ നിന്നുമൊക്കെ ഉയരുന്നത്. അവരുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സ്ഥിതിയാണ് ആ കുടുംബങ്ങളിൽ ഇപ്പോഴുള്ളത്.
പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് തിരച്ചിലുകൾ ശക്തമാക്കുമെന്നും സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഉടൻ തന്നെ തിരച്ചിൽ നടത്തുമെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമയത്ത് മന്ത്രി CP ജോൺ നേരിട്ടെത്തി അറിയിക്കുകയും ഉടൻ തന്നെ ഈ വിഷയത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മന്ത്രിയുടെ അവകാശവാദങ്ങൾ ആകെ പൊളിയുന്ന തരത്തിലാണ് ഇന്നവിടെ കാര്യങ്ങൾ ഉണ്ടായത്. ഈ പറയുന്ന ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും ഒന്നും തന്നെ ഇന്ന് രാവിലെയും എത്തിയില്ല. സ്കൂബ ഡൈവേഴ്സിന് പേടിയാണ് മുതലപ്പൊഴി പ്രദേശങ്ങളിൽ ഇറങ്ങാൻ പോലും. അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് 2 സ്കൂബ ഡൈവേഴ്സ് അവിടെ എത്തുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ കടപ്പുറത്തിന്റെ അവസ്ഥ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരമൊരു സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു വാർത്ത വരുന്നത്. അതായത് കാറ്റ് വരുന്ന ദിശയിൽ നിന്ന് അവർക്ക് പ്രത്യേകമായ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അതായത് ഷിജിന്റെ മൃതദേഹം ആ പ്രദേശത്ത് എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. അതിനുവേണ്ടി സ്കൂബ ഡൈവേഴ്സ് ആഴങ്ങളിലേക്ക് തിരക്കി ഇറങ്ങുന്നുണ്ട് എങ്കിൽ പോലും സാഹചര്യങ്ങൾ, പ്രതികൂല കാലാവസ്ഥ അതിനും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഈ പറയുന്നത് പോലെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ സ്കൂബ ഡൈവേഴ്സ് നടത്തുമ്പോഴും മുതലപ്പൊഴി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അവിടെ നിരന്തരമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ കൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങാൻ പോലും പലരും മടിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിയ സ്കൂബ ഡൈവേഴ്സിനും അവസാനം പ്രതീക്ഷകളറ്റ് തന്നെ അവിടെ തിരച്ചിൽ നിർത്തേണ്ടി വന്നു. കാരണം ശക്തമായ മഴയും തിരമാലകളും അടിച്ചതോടുകൂടെ പിന്നീട് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് കണ്ടതോടുകൂടെ താഴോട്ടൊന്നും ഇറങ്ങാനോ അല്ലെങ്കിൽ ഇറങ്ങുന്നിടത്തൊന്നും വ്യക്തതയോ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് തിരച്ചിൽ അവസാനിപ്പിച്ച് സ്കൂബ ഡൈവേഴ്സ് തിരികെ വരുന്നു. എന്തായാലും ഇന്ന് അതിഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മുതലപ്പൊഴി പ്രദേശത്ത് നിന്നുണ്ടായത്. അവരുടെ ബന്ധുക്കൾക്ക് ആകെ പ്രതീക്ഷ അവസാനിച്ച സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്കിൽ പോലും ഇത്തരം ഒരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇത്തരത്തിലൊരു അപകടം വന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾക്ക് അവസാനമായിട്ട് അവരുടെ ഒരു മൃതദേഹമെങ്കിലും കാണാനുള്ള അവകാശമില്ലേ എന്നുള്ളത്. അതിനുള്ള അദ്ദേഹത്തിന്റെ മൃതദേഹം ആ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാത്തൊരു കേരളത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവന് വിലയില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള ജോണിന്റെ വീട്ടിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് അവരുടെ മക്കൾ പറഞ്ഞതും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. തൻ്റെ പപ്പ എന്നതിനേക്കാൾ ഉപരി ഇനിയൊരാൾക്കും ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം എററിനെ കുറിച്ച് വ്യക്തമാക്കി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്തെത്താൻ കാരണമെന്ന് അവരവരുടെ അച്ഛൻ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഉറപ്പിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം കടലിലേക്ക് പോയി എന്നതല്ലാതെ അവിടെ നിന്ന് അദ്ദേഹം തിരികെ വരികയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് സംഭവിച്ചു എന്നത് ഇതുവരെ വ്യക്തമാകാത്ത സാഹചര്യം. തിരച്ചിലുകളും രക്ഷാപ്രവർത്തനങ്ങളും വളരെ വൈകിയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അതാണ് ഇവരൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളാണ് മറ്റുള്ളവരെക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ സൂചന ലഭിക്കേണ്ടുന്ന ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കേണ്ടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ മത്സ്യബന്ധന തൊഴിലാളികളാണ്. അവർക്ക് കാലാവസ്ഥ സൂചനകൾ ലഭ്യമാകുന്നത് പലപ്പോഴും പണിക്ക് ഇറങ്ങിയതിന് ശേഷമാണ് എന്നുള്ളത് വളരെ വലിയൊരു വേദനയായിട്ട് നിൽക്കുന്നു. നമുക്കറിയാം സാങ്കേതികപരമായിട്ട് നമ്മൾ എത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ളത്. ഇത്രമാത്രം ടെക്നോളജീസ് ഉണ്ടായിട്ടും പണ്ടത്തെ അതേ രീതിയിൽ തന്നെയാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ജോലിക്കാർക്ക് നൽകുന്ന സംവിധാനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാസാത്മകമായിട്ടുള്ള കാര്യം. വന്ന സർക്കാരുകൾ പോയ സർക്കാരുകളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതല്ലാതെ നിലവിലുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ ഒരു പ്രൊസീജിയർ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് വളരെ ആശങ്കയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞത്ത് അതിശക്തമായിട്ടുള്ള തിരച്ചിൽ ഇന്ന് നടത്തിയെങ്കിലും ഷിജിനെ കുറിച്ച് ഒരു തുമ്പും ഇന്നും ലഭിച്ചിട്ടില്ല. അയാളെ കാത്ത് അയാളുടെ അവസാന നിമിഷമെങ്കിലും അറിയാൻ വേണ്ടി ആ ബന്ധുക്കൾ കാത്തിരിക്കുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നു അവനെ ഇനി ഞങ്ങൾക്ക് തിരികെ കിട്ടുമെന്നില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയല്ല ഞങ്ങൾക്കുള്ളത്. പക്ഷേ അവൻ്റെ ബന്ധുക്കൾക്ക്, അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുട്ടികൾക്കും അവസാനമായി ഒന്ന് അച്ഛൻ പോയി എന്ന് ഉറപ്പിക്കാനുള്ളൊരു സാഹചര്യം, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ എന്നാണ് ആ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചോദിച്ചത്. വളരെ ദയനീയമാണ് ഈ ഒരു കാഴ്ച. മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിനായുള്ള തെരച്ചിൽ പ്രധാനമായും നാവികസേനയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോൺ മാത്യൂസിനായി കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് ഈ തിരച്ചിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്.
കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞു കാണാതായ പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണനായുള്ള തെരച്ചിൽ രാവിലെ 7 മണി മുതൽ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ യാനങ്ങളിൽ പുനരാരംഭിച്ചിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ സഹായം തേടുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചിട്ടുണ്ട്. തെരച്ചിലിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിപ്പിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്കുള്ള സഹായം നൽകുന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കടുത്ത സൈബർ ആക്രമണമാണ്. മകൾ ജിജിക്ക് നേരെ വലിയ സൈബർ ആക്രമണം നടക്കുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചതാണ് ജിജിക്ക് നേരെ സൈബർ ആക്രമണത്തിന് കാരണം. കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലുള്ള ആക്ഷേപമാണ് നടക്കുന്നത്. ഇത് മുതിർന്ന ഉദ്യോഗസ്ഥർ വിലക്കുകയെങ്കിലും ചെയ്യണം. ഈ സൈബർ ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്താനെങ്കിലും തയ്യാറാകണം. നിങ്ങൾ ഒന്ന് ഓർക്കുക, ആ പെൺകുട്ടിക്ക് അവളുടെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളെ കാണാതായ ആദ്യ ദിവസങ്ങളിൽ തെരച്ചിൽ ഒട്ടും ശക്തമായിരുന്നില്ല. അപ്പോഴാണ് കുടുംബം വിമർശനവുമായി രംഗത്തേക്ക് വന്നത്. അവർ ആവശ്യപ്പെട്ടത് തെരച്ചിലൊന്ന് വേഗത്തിലാക്കൂ, ശക്തമാക്കൂ എന്നായിരുന്നു. ആ സമയങ്ങളിൽ ശക്തമായ ഒരു തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് ഈ കുടുംബങ്ങൾ പറയുന്നുണ്ട്. അവർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സർക്കാരിനെ വിമർശിക്കാതെ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുമ്പോൾ പിന്നെ എന്താണ് അവർ ചെയ്യേണ്ടിയിരുന്നത്? ഭരണകൂടമല്ലേ കൃത്യമായി ഇടപെടേണ്ടത്? ഇത് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്ന് വിഷയം കൈവിട്ടപ്പോഴാണ് തെരച്ചിൽ ശക്തമാക്കിയത് പോലും. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദിത്തപരമായി തന്നെയാണ് പെരുമാറിയത്. ഇത് മാത്രമല്ല, ജിജി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിരുന്നു ജിജിയെ. എന്നാൽ കാര്യകാരണങ്ങൾ കേൾക്കാൻ പോലും മുഖ്യമന്ത്രി നിന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് ആശ്വാസ വാക്കുകളല്ല, തങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് തന്നെ അറിയാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ അദ്ദേഹം കോള് കട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്ന് ജിജി പറയുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ അതാണ് കേൾക്കേണ്ടിയിരുന്നത്. അപകടം നടന്ന ശേഷം 8 ദിവസം വേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് ഞങ്ങളെ ഒന്ന് വിളിക്കാനെന്ന് ജിജി വ്യക്തമാക്കിയത്. 9ാം ദിവസമാണ് തെരച്ചിൽ എവിടെ വേണമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ ചോദിക്കുന്നത്. രാമേശ്വരം ഭാഗത്ത് തെരച്ചിൽ വേണമെന്ന് ജില്ലാ കളക്ടറോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. രാമേശ്വരത്ത് ഇതുവരെ തെരച്ചിൽ നടന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടത് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതിനെ ന്യായീകരിക്കാനുള്ള മെക്കാനിസം മാത്രമാണെന്നും ജിജി പറഞ്ഞു. അവർ എന്തെങ്കിലും മോശമായി പറഞ്ഞോ? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിഴവുണ്ടാകുമ്പോൾ ജനങ്ങൾ പിന്നെ അതിനെതിരെ പ്രതികരിക്കില്ലേ? അതാണ് അവർ ചെയ്തത്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് നിരുത്തരവാദിത്തപരമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ വിമർശിക്കില്ലേ? അത് തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. VD സതീശൻ മുഖ്യമന്ത്രിയാണ്, ഈ കേരളത്തിന്റെ മുഴുവൻ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ പാണക്കാട്ടുകാരുടെയും മുസ്ലിം ലീഗിന്റെയും മാത്രം മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രിക്ക് അവിടങ്ങളിലൊക്കെ പോകാൻ സമയമുണ്ടല്ലോ. ഇവിടുത്തെ ജനങ്ങൾ പ്രതിസന്ധിയിൽ കിടക്കുമ്പോൾ കാര്യക്ഷമമായി ഇടപെടൂ എന്നാണ് ജനങ്ങൾ പറഞ്ഞത്. അതിന്റെ പേരിൽ ഒരു കുടുംബത്തെ, ഒരു പെൺകുട്ടിയെ സൈബർ ആക്രമണം നടത്തുകയാണ്. എത്ര ഹീനമായ പ്രവൃത്തിയാണ് ഈ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് നടക്കുന്നത്. അത് വിലക്കാനെങ്കിലും ഈ മുതിർന്ന നേതാക്കൾ തയ്യാറാകണം. പിന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റങ്ങൾ തന്നെയാണ്. അബ്ദുൾ ഗഫൂറിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ജോണിന്റെ മകൾ ജിജി. ഫിഷറീസ് മന്ത്രിക്ക് ഫിഷറീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ജിജി ചോദിച്ചത്. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും ജിജി പ്രതികരിച്ചു. ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ഫിഷറീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇതേപ്പറ്റിയുള്ള നോളജ് ഇല്ല എന്നേ എനിക്ക് പറയാൻ പറ്റൂ. മീഡിയ ഈ വിഷയത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥത പോലും വകുപ്പിൽ ഇരിക്കുന്നവർ കാണിക്കുന്നില്ല. എനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഞാൻ കാണുന്നില്ല. ആളുകൾ പറഞ്ഞറിയുന്നുണ്ട്. ഇത്രയും വിവരമില്ലാത്തവർ കേരളത്തിൽ ഉണ്ടോ എന്ന് ആലോചിച്ചു പോകുകയാണ്. നിങ്ങൾക്ക് വരുമ്പോഴും ഇങ്ങനെ സംസാരിക്കണം. 10 വർഷം മുൻപ് നടന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കുമായിരുന്നു. ഇതിപ്പോഴാണ് നടക്കുന്നത്. ബോധവും വിവരവും ഇല്ലാത്ത നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ട് എന്നതുകൊണ്ട് എന്തും എഴുതി പിടിപ്പിക്കാമെന്നത് വിവരമില്ലായ്മയാണ്. ഞാനൊരു പാർട്ടിയുടെയും ആളല്ല. ഇന്ന് 10ാം ദിവസം. ഞങ്ങൾക്ക് ശബ്ദമുയർത്തിയതുകൊണ്ട് മാത്രം നടക്കുന്ന ഊർജിതമായ തെരച്ചിൽ എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം മുതൽ ഉണ്ടായില്ല എന്നതാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ജിജി പറയുന്നുണ്ട്. മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് 5 തെങ്ങ് സ്വദേശി ഷിജിനെ കാണാതായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ കണ്ടെത്താനായില്ല. ഇതോടെ ഷിജിനെ കണ്ടെത്താനായി നാവികസേനയുടെ കപ്പലായ കൽപ്പേനി എത്തിയത്. ഞങ്ങൾ പ്രതികരിച്ചതുകൊണ്ടാണ് ഈ
തെരച്ചിൽ ഒരു ഊർജിതമാക്കാനെങ്കിലും തയ്യാറായത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. സത്യമല്ലേ? തുടക്കത്തിൽ മുതൽ ആ കുടുംബങ്ങൾ അവിടെ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. നിങ്ങൾ തെരച്ചിലൊന്ന് കാര്യക്ഷമമാക്കൂ എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അവർ അവരുടെ ആവലാതി പറയുമ്പോൾ അവരെ സൈബർ ആക്രമണം നടത്തിയിട്ട് എന്ത് കാര്യമാണ്? നഷ്ടപ്പെട്ടത് അവർക്കാണ്. അവർക്കേ അതിന്റെ വേദന അറിയൂ. ആ പെൺകുട്ടി ചോദിച്ചതുപോലെ നിങ്ങൾക്ക് വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ പ്രതികരിക്കണം. ഭരണകൂടം പിഴവ് കാണിക്കുമ്പോൾ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർ കാര്യക്ഷമമായി ഇടപെടുന്നത് തന്നെ. എന്തായാലും ആ തീരദേശത്തുള്ളവർക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി അവരുടെ ബന്ധുക്കളെ അവർക്ക് പ്രിയപ്പെട്ടവരെ ഇനി കാണാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ അവർ അവസാനമായി പറയുന്നത് അവരുടെ മൃതദേഹമെങ്കിലും ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. അവരുടെ അന്ത്യകർമ്മങ്ങളെങ്കിലും നടത്താൻ ആ മൃതദേഹങ്ങൾ ഒന്ന് വിട്ടുകിട്ടണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ന്യായമായ ആവശ്യമല്ലേ? നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്കുക. ഇതിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. മഴക്കെടുതിയിലും കടൽക്ഷോഭത്തിലുമൊക്കെ ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.